നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നല്ലൊരു ടേസ്റ്റിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുള്ളത്. അത് വളരെ ചെറിയ രൂപത്തിൽ കട്ട് ചെയ്യണം ഇതുപോലെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ സവാള നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിനി വഴറ്റാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിവിടെ പാനിൽ സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പാണ് ഇടേണ്ടത്. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഈ സവാള കുറച്ചൊന്ന് വഴറ്റി വന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. അത് ഞാനിവിടെ 1/2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ഇടേണ്ടത്. അത് ഞാൻ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റും ക്യാപ്സിക്കാണ് ഇടുന്നത്. ഞാൻ ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു 1/4 കപ്പോളം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിന് ചെറിയൊരു പീസ് അത് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ ഇടുകയാണ് ചെയ്തത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു നന്നായിട്ടൊരു മസാല ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇടേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഞാനിവിടെ ഇടുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ നമ്മളെ വെജിറ്റബിൾ ഫില്ലിങ് പോലെയായി. നമുക്ക് ചിക്കൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൽ രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ചിക്കൻ ഇടുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് ചിക്കൻ ഞാനിവിടെ വേവിച്ചിട്ട് ക്രഷ് ചെയ്തിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഇതിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുകയാണ് വേണ്ടത്. നമ്മളുടെ ഫില്ലിങ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർക്കാനുണ്ട്. കുറച്ച് മല്ലിയില ഞാൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇടുന്നുണ്ട് ഇതിൽ. അതിൻ്റെ ഫ്ലേവർ വളരെ നല്ലൊരു ടേസ്റ്റ് കൂട്ടും. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഇത് സ്നാക്കിന് വേണ്ടിയിട്ട് ബാറ്ററാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ 1/2 ടീസ്പൂണോളം ഞാനിവിടെ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്യാണ് വേണ്ടത്. ഞാനിവിടെ വിസ്ക് കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുത്ത് വന്നാൽ മതി. നമ്മുടെ ബാറ്റർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇത് നന്നായിട്ട് കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇത് കുറച്ച് ലൂസായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക വേണ്ടേ. നമ്മളെ ബാറ്റർ ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുക്കുക. ഞാനിവിടെ ഒരു ലേശം ഗീ എടുത്തിട്ട് ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ ബാറ്റർ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മൾ അടിച്ചു വെച്ച ബാറ്റർ ഈ പാനിന് കണക്കായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ. നമ്മുടെ ബാറ്റർ മുട്ടയായത് കൊണ്ട് വേഗം വെന്ത് കിട്ടും. ഇനി നമുക്ക് ഒരു ഭാഗത്തേക്ക് മാത്രം ഫില്ലിങ് വെച്ചു കൊടുക്കുക. നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് ആണ്. ഇനി ഞാൻ ചെയ്യുന്ന പോലെ മറ്റേ ഭാഗം കൊണ്ട് വളരെ സാവധാനത്തിലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ.
നമ്മുടെ ഒരു ഭാഗത്ത് ചിക്കൻ ഫില്ലിങ് ഇട്ടിട്ട് മടക്കിയെടുത്തിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് മറ്റേ ഭാഗത്തും കൂടി ഫില്ല് ചെയ്യണം. അപ്പം അതിന് ആദ്യം തന്നെ ഗീ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ആ ഭാഗത്തും കൂടി ബാറ്റർ കുറച്ച് ഒഴിക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഫില്ലിങ് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മടക്കിയെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഈ ഭാഗത്ത് ഫില്ലിങ് ഇട്ടിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ ഭാഗം കൊണ്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനാണ് വേണ്ടത്. ഗീ ഒഴിച്ചു കൊടുക്കുകയാണ് ഫസ്റ്റ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് ഫില്ലിങ്ങും കൂടി ഇടുക. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാണ് വേണ്ടത്. അത് ബാറ്റർ എത്രയാണോ ഉള്ളത് അത് തീരുന്നവരെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കായത്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. അതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ഇനി എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.